ഈ പുതിയ മോഡൽ വണ്ടി ടിഗോന അല്ലെങ്കിൽ കോഡിയാക്കോ ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്ത് കളിച്ചാലും അതായത് ഇവിടെ ഗിയർ സെലക്ടർ വരുന്ന വണ്ടിയിൽ എന്ത് കളിച്ചാലും നമുക്ക് ന്യൂട്രൽ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം നോക്കി, ഞാനിപ്പോൾ വണ്ടി ന്യൂട്രൽ ചെയ്യണം. ഞാൻ ന്യൂട്രലാക്കി ഞാൻ ഡോർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിലേക്ക് പോകും. നമ്മൾ എന്ത് കളിച്ചാലും ഈ പുതിയ ടെക്നോളജി പ്രകാരം നമുക്ക് വണ്ടി ന്യൂട്രൽ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കൊന്ന് വണ്ടി തള്ളണം, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി വണ്ടി വണ്ടിയിൽ കയറ്റണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഡിയാക്ടിവേറ്റ് ചെയ്യാം. ഈ സംഭവം എന്ന് വെച്ചാൽ റോൾ ഓവർ പ്രൊട്ടക്ഷൻ എന്നാണ് പറയാം. നമുക്കിതിനെ ഡിയാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തു, ഇഗ്നിഷൻ ഓൺ ചെയ്യാം, എന്നിട്ട് വണ്ടിയിലെ വെഹിക്കിളിൽ വരിക, അതായത് ഓക്കെ അതിൽ വെഹിക്കിളിൽ വരിക, എന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുക, അതിൽ ബ്രേക്കിൽ വരിക. ബ്രേക്കിൽ വരുമ്പോൾ താഴെ കണ്ട റോൾ അവേ പ്രൊട്ടക്ഷൻ ഇൻ ന്യൂട്രൽ ഡിയാക്ടിവേഷൻ എന്നുണ്ട. ആ ഡിയാക്ടിവേറ്റ് അടിക്കും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ ഈസ് ആക്റ്റീവ്, യു ക്യാൻ ഡിയാക്ടിവേറ്റ് വൺസ് ദ വെഹിക്കിൾ. ന്യൂട്രലാക്കുക വണ്ടി, എന്നിട്ട് നമ്മൾ ഈ പൊസിഷനിൽ ന്യൂട്രലാക്കുക. എന്നിട്ട് ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ തന്നെ ഇവിടെ കാണിക്കും ഡു യു വാണ്ട് ടു ഡിയാക്ടിവേറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ അടിക്കാം, സംഭവം ഡിയാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇനി ഇത് നമ്മൾ തിരിച്ച് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത തവണ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇതാ വണ്ടി ന്യൂട്രലായി. നമ്മൾ ഡോർ തുറന്നാലും ആക്കിയാലും ഒരു കുഴപ്പമില്ല. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ സാധാ വണ്ടി പോലെ നമുക്ക് മുന്നോട്ട് ബാക്കോട്ട് നോക്കാം.